ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെല്ലാം തന്നെ വീട് പണിയുന്ന സമയത്ത് വലിയ വീടുകളും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ചെറിയ വീടുകളായിരിക്കും പണിയുന്നത്. അപ്പോൾ ഈ ചെറിയ വീട് പണിയുന്ന സമയത്ത് നമ്മുടെ ഹാളിൽ തന്നെ കിച്ചണിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത്, അതായത് അധികം സ്പേസ് പോകാത്ത രീതിയിൽ നമുക്ക് കിച്ചണിന് വേണ്ടി സ്പേസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഒറ്റ ഹാളായിട്ട് കിടക്കുന്നതാണ്. ഹാളിലേക്ക് ജസ്റ്റ് ഒരു വാൾ കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു ചെറിയൊരു ഭിത്തി കൊടുത്തതിന് ശേഷം അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഭിത്തി ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, ഏകദേശം ഒരു പകുതിക്ക് മുകളിലാണ് ഭിത്തി കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ആയിട്ടാണ് കിച്ചണായിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ കിച്ചണിൻ്റെ സ്ലാബാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം താഴെ നിന്ന് 85 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. ഈ ഹൈറ്റ് വന്ന് ഈ സ്ലാബ് നമ്മൾ മൊത്തം, അതായത് ആ കിച്ചണിൻ്റെ മൊത്തം ഏരിയയിലേക്ക് നമ്മൾ അടിച്ചിരിക്കുന്നു. പിന്നെ ആ തൊട്ടപ്പുറത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുന്നത് വെച്ചിട്ട് ഈ സിങ്കിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തു. സിങ്ക് എന്ന് പറയുന്നത് ഏകദേശം 22 ഇഞ്ച് മാക്സിമം വരാവുന്ന രീതിയിലുള്ള സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. 22-18 സിങ്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക്, അതായത് ഇത്രയും ഹൈറ്റ് നമ്മൾ ഗ്രാനൈറ്റ് വരുന്നുണ്ട്. അതിൽ നിന്ന് 5 ഇഞ്ച് പൊക്കിയിട്ടാണ് നമ്മൾ 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ രണ്ടാമത് സാധാ വെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും. പിന്നെ വേസ്റ്റാണ് നമ്മൾ പുറത്തേക്ക് തുളച്ചിരിക്കുന്നത്. 2 ഇഞ്ച് വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് തുളച്ചിരിക്കുന്നു. പിന്നെ ചെറിയ സ്ലാബ് നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഒരു ഫുൾ ലെങ്തി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ ഈ പൊസിഷനിൽ നമുക്ക് പവർ പ്ലഗുകൾ അത്യാവശ്യമാണ്. സാധാ പ്ലഗും പവർ പ്ലഗുകളും അത്യാവശ്യമാണ്. ഇത് തൊട്ടടുത്തായി സിങ്കിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുക്കുന്നത്. മോട്ടറിൻ്റെ സ്വിച്ച് നമ്മൾ ഇവിടെ കൊടുത്ത് DP സ്വിച്ച് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ വരാവുന്നത് 8 മോഡുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വിച്ചും ഒരു പ്ലഗും കൊടുക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ 2 പ്ലഗും ഒരു സ്വിച്ച് കൂടി കൊടുക്കുന്ന രീതിയിൽ ഒരു പവർ പ്ലഗും അല്ലെങ്കിൽ നോർമൽ പ്ലഗും കൊടുക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 1 അടിയാണ് കൊടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ, അതായത് സ്ലാബിൽ നിന്ന് 1 അടി. ഇതും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ലാബിൽ നിന്നും ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 അടി ഹൈറ്റ് വരാവുന്ന രീതിയിലാണ് എൻ്റെ അടിവശം കൊടുത്തിരിക്കുന്നത്. ഇത് 6 മോഡുകളുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 2 പ്ലഗ് ഇടാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പവർ പ്ലഗ്, ഒന്ന് നോർമൽ പ്ലഗ് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയയിലാണ് മിക്സി, ഇൻഡക്ഷൻ കുക്കർ അതുപോലുള്ള ഏരിയകൾ നമ്മൾ ഇത്ര ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ ഏരിയകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പവർ പ്ലഗും പിന്നെ ഒരു സാധാ പ്ലഗും, അതായത് നോർമൽ പ്ലഗ് കൂടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഹൈറ്റിലാണ് അതിൻ്റെ ഒരു 3 മോഡ്യൂൾ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്പേസ് മാറ്റിയിട്ടിരിക്കുന്നതാണ്. ഇത് ഭയങ്കര ഗുണകരമാണ്. അത് ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങി മാറിക്കിടന്നു. പിന്നെ നിങ്ങൾ നോക്കുക, ഇത് കിച്ചണിലേക്ക് കയറി വരുന്ന എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ ഡോറ് വേണമെന്നില്ല. ഡോറിൻ്റെ, അതായത് ഓപ്പണായിട്ട് കിടക്കുന്ന കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നമ്മൾ സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അവിടെ നമ്മൾ വരുന്നത് ഫാനിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, റെഗുലേറ്റർ അവിടെ വരുന്നുണ്ട്, പിന്നെ ലൈറ്റുകളുടെ സ്വിച്ചുകൾ വരുന്നുണ്ട്, എക്സോസ്റ്റിൻ്റെ സ്വിച്ചുകൾ വരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം വരുന്നവരെ പ്ലഗ് ഇടാൻ സ്ഥലം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പ്ലഗ് ഇടാൻ, ഇല്ലയെന്ന് വെച്ച് കുഴപ്പമില്ല. പാസിങ് ഏരിയ ആയതുകൊണ്ട് പ്ലഗ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇത്രയാണ് മെയിനായിട്ട് ഒരു കിച്ചണിൽ വരുന്ന ഏകദേശം അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഏരിയ കിച്ചണിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വാളുണ്ട്, ആ പകുതി പോർഷൻ വരുന്ന വാളിന് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിരിക്കും കാണാനായിട്ട്. ഇനി അതില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ വാളിൽ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൊടുത്താൽ നീറ്റായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അപ്പോൾ ചെറിയൊരു ഏരിയ നമുക്ക് കിച്ചണിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന്, നല്ല രീതിയിലുള്ള, അതായത് വലിപ്പമുള്ള ഒരു കിച്ചണും കൂടി ആഡ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.